ഒരു വീട് മേടിക്കുന്നതാണോ അതൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണോ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുമ്പോൾ ലാഭം? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വീട് മേടിക്കുന്നതും അതിൽ താമസിക്കുന്ന ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമല്ല. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ലാഭം. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമ്മളൊരു വീട് മേടിക്കുകയാണെങ്കിൽ ഒരു 70 lakh rupees വരുന്നൊരു വീട് മേടിക്കണം. നമ്മളെങ്ങനെ പോയാലും ഒരു നോർമൽ ഒരു പേഴ്സൺ 50 ലക്ഷം രൂപ ലോൺ എടുക്കുമായിരിക്കും അതിനുവേണ്ടി. ഈ ഒരു 50-55 ലക്ഷം ലോൺ എടുക്കുകയാണ്, നമ്മളൊരു 9-10% അതിനൊരു പലിശ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൊരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം എങ്ങനെ പോലെ ഒരു 50,000 പ്ലസ് നമ്മൾ EMI അതിനു വേണ്ടി അടയ്ക്കണം. നേരെ തിരിച്ച് നമ്മൾ ഒരു വീട് വാടകയ്ക്ക് താമസിക്കുമെന്ന് വിചാരിച്ചു, നമ്മൾ സ്വന്തമായി മേടിച്ച വീട് അതേ സ്റ്റാൻഡേർഡ് ഓഫ് വീട് തന്നെ നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ മാക്സ് ടു മാക്സ് അങ്ങനെ ഒരു 20-25,000 വാടകയാണ് അതിന് ഉണ്ടാക്കുള്ളൂ. അതിൽ കൂടുതൽ ഒരിക്കലും ഉണ്ടാവാൻ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ ലാഭം വരുന്നത് 25,000 ആണ് സ്വന്തമായി ഒരു വീട് മേടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ. നമ്മൾ ഇതേ 25,000 ഒരു 12-13% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്, അത് മ്യൂച്വൽ ഫണ്ട് ആകാം, വേറെ എവിടെ വേണമെങ്കിലും ആകാം. അതിൽ നമ്മൾ എല്ലാ മാസവും ഈ ബാക്കി വരുന്ന 25,000 നമ്മൾ 20 കൊല്ലം എല്ലാ മാസവും വെച്ച് 20 കൊല്ലം 25,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 കൊല്ലത്തിന് അവസാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. ഈ 60 ലക്ഷം രൂപ 20 വർഷത്തിൻ്റെ അവസാനം കൺവേർട്ട് ആകുന്നത് 2.5 കോടി രൂപയായിട്ടാണ്. അത്രയും ഡിഫറൻസ് ആ 20 കൊല്ലം കൊണ്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ് എഫക്റ്റ് കാരണം അത്രയും ചേഞ്ചസ് നമുക്ക് അതിൽ വരുത്താൻ പറ്റും. നേരെ തിരിച്ച് ഈ വീട് സ്വന്തമായി മേടിച്ച ഒരാൾ 50,000 രൂപ എല്ലാ മാസവും EMI അടയ്ക്കുമ്പോൾ അദ്ദേഹം 20 കൊല്ലത്തേക്ക് ആ EMI 50,000 വെച്ച് അടയ്ക്കുക എന്ന് കരുതുക. 20 കൊല്ലം അടയ്ക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന പലിശ മാത്രം ഏകദേശം 50-55 ലക്ഷം രൂപയുടെ എബവ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെലവ് വരുന്നത് 1 crore പ്ലസ് ആണ്. നേരെ തിരിച്ച് ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് താമസിച്ച ആൾ 27 റെൻറ്റ് കൊടുക്കുകയും 20 കൊല്ലത്തിൻ്റെ അവസാനം ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത് 2.5 കോടി രൂപയുമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ പലിശ കൊടുത്ത് താമസിക്കണോ അതോ നമ്മൾ പലിശ മേടിച്ച് നമ്മുടെ വീട്ടിൽ താമസിക്കണോ?